ഭീമസേനനെ കേന്ദ്ര കഥാപാത്രമാക്കി കൊണ്ടുവരുമ്പോൾ തന്നെ മറ്റെല്ലാ പേർക്കും അതിൻ്റേതായ പ്രാധാന്യം എം ടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. സാഹിത്യകാരൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാമൂഴത്തിൽ എഴുതി തീർത്ത പുസ്തകമായതിനാലാണോ ഈ പുസ്തകത്തിന് ഇങ്ങനെയൊരു ശീർഷകം നിശ്ചയിച്ചത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ജാരസന്ധതികളായി ചിത്രീകരിക്കാൻ എം ഡിക്കല്ലാതെ മറ്റാർക്കും ആർജവം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും ഭീമൻ്റെ ആരും അറിയാത്ത മിഴിനീരിൻ്റെ ഒരു അരുവി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീ എം ഡി വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എം ഡി എന്ന സാഹിത്യകാരനെക്കുറിച്ചോ അല്ലെങ്കിൽ രണ്ടാമൂഴം എന്ന പുസ്തകത്തെക്കുറിച്ചോ വളരെ ബൃഹത്തായ ഒരു വിശദീകരണം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. എം ഡി എന്ന രണ്ടക്ഷരം മലയാളികളുടെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ തന്നെ ഒരു സാംസ്കാരിക ചിഹ്നം തന്നെയായി മാറിയിട്ട് ഏകദേശം അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. എഴുതിയതിലെല്ലാം കാലത്തിനെയും മനുഷ്യാവസ്ഥയുടെ വ്യത്യസ്ത വശങ്ങളെയും ഇത്രയും അത്ഭുത ദീപ്തിയോടെ കൊത്തിവെച്ച മറ്റൊരു സാഹിത്യകാരനുണ്ടോ എന്നുള്ളത് സംശയമാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമൂഴം എന്ന പുസ്തകം മഹാഭാരതത്തെ ആസ്പദമാക്കി ഇതിവൃത്തമായി സ്വീകരിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഒരു കഥയാണ്. നമുക്കറിയാം, മഹാഭാരതം എന്ന കഥ ഏകദേശം 24,000-ഓളം ശ്ലോകങ്ങളുള്ള അതിബൃഹത്തായ ഒരു രചനയാണ്. അത്തരത്തിലുള്ള ഒരു രചനയെ കേവലം ഒരു 300-350 പേജുകളിലേക്ക് അതിൻ്റെ അന്തസത്ത ഒത്തും ചോർന്നു പോകാതെ കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രതിഭ നിറകയിൽ തൊട്ട് അനുഗ്രഹിച്ച എം ഡിയെ പോലെയുള്ള ഒരു സാഹിത്യകാരന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ പുസ്തകത്തിൻ്റെ, അതായത് മഹാഭാരതത്തെ ആസ്പദമാക്കി നിരവധി പുസ്തകങ്ങളും കഥകളും ചർച്ചകളും നിരൂപണങ്ങളും എല്ലാം നമുക്ക് മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ പുസ്തകത്തെ ഒരു ഔന്നത്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതിഹാസ കഥാപാത്രങ്ങളുടെ മൗനങ്ങളെ അക്ഷരദീപ്ത കൊണ്ട് തൊട്ടുണർത്തി ആ കഥാപാത്രങ്ങൾക്ക് മണ്ണിൽ പദമൂന്നി നിൽക്കാൻ പ്രാപ്തമാക്കി എം ഡി മാറ്റി എന്നതുകൊണ്ട് തന്നെയാണ് ഒരു മലയാള നോവൽ സാഹിത്യത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനം രണ്ടാമൂഴത്തിനുള്ളത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. മഹാഭാരതത്തെ കഥയെ ആസ്പദമാക്കി നിരവധി പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ഈ രണ്ടാമൂഴം എന്ന പുസ്തകത്തിനുള്ള വ്യത്യാസം ഭീമസേനൻ്റെ വീക്ഷണകോണിലൂടെ ഈ കഥ പറയുന്നു എന്നുള്ളത് തന്നെയാണ്. ഭീമസേനൻ എന്ന പേര് തന്നെ ഒറ്റയ്ക്ക് ഒരു സേനയെ എതിരിടാൻ കെൽപ്പുള്ളവൻ എന്ന അർത്ഥത്തിലാണ്. പക്ഷേ എങ്ങും തന്നെ മഹാഭാരത കഥയിൽ എങ്ങും തന്നെ ഭീമസേനനെ ഒരു നായകനായോ ഒരു വിജയശില്പിയായോ നമ്മൾ കണ്ടിട്ടില്ല. അത്തരത്തിൽ രണ്ടാമതാക്കപ്പെട്ടുപോയ ഭീമൻ്റെ കഥയാണ് രണ്ടാമൂഴം. അതായത് ഈ ശീർഷകത്തെക്കുറിച്ച് എന്തുകൊണ്ട് മഹാഭാരതം പോലെ ബൃഹത്തായ ഒരു രചനയെ ആസ്പദമാക്കി രചിച്ച ഈ പുസ്തകത്തിന് രണ്ടാമൂഴം എന്ന പേര് വന്നു എന്ന് സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാം. അത്തരത്തിൽ ഒരു പേര് വരാനുള്ള കാരണം തന്നെ എപ്പോഴും പഞ്ചപാണ്ഡവരിലെ യുധിഷ്ഠിരൻ്റെയും വില്ലാളി വീരനായ അർജുനൻ്റെയും നിഴലിൽ നായകത്വം നഷ്ടപ്പെട്ടു പോയ ഭീമൻ എപ്പോഴും രണ്ടാമൂഴത്തിനായി കാത്തിരിക്കുന്നു. പല സന്ദർഭങ്ങൾ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും ഭീമൻ്റെ സാന്നിധ്യമാണ് അവിടെ വിജയത്തിന് കാരണമായത്. അതായത് എല്ലാ വിജയങ്ങൾക്കും പിന്നിലെ വിജയശില്പി ഭീമനായിരുന്നിട്ടും രണ്ടാമൂഴത്തിനായി അവന് കാത്തു നിൽക്കേണ്ടി വരുന്നു. അതുകൊണ്ടാവാം ഈ പുസ്തകത്തിന് ഇത്തരത്തിൽ ഒരു രണ്ടാമൂഴം എന്ന പേര് കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എം ഡി ഭീമനിലൂടെ ഇതിൽ ചിത്രീകരിക്കുന്നത് ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഭീമനെ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റെവിടെയോ പറയപ്പെടുന്നുണ്ട്, സുഖബാധിതനായി കഥാകൃത്ത് മരണത്തെ മുന്നിൽ കണ്ട സന്ദർഭത്തിൽ നിന്നും ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് അദ്ദേഹത്തിൻ്റെ രണ്ടാമൂഴത്തിൽ എഴുതി തീർത്ത ഒരു പുസ്തകമാണ് ഈ രണ്ടാമൂഴം എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സാഹിത്യകാരൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാമൂഴത്തിൽ എഴുതി തീർത്ത പുസ്തകമായതിനാലാണോ അദ്ദേഹത്തിൻ്റെ പാത്രസൃഷ്ടിയുടെ രണ്ടാമൂഴം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണോ ഈ പുസ്തകത്തിന് ഇങ്ങനെയൊരു ശീർഷകം നിശ്ചയിച്ചത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി പുസ്തകത്തിലേക്ക് വന്നാൽ ഏകദേശം 9 അധ്യായങ്ങളിലായാണ് അദ്ദേഹം ഈ ഒരു കഥ എഴുതി തീർത്തിരിക്കുന്നത്. യാത്ര എന്ന ആദ്യ അധ്യായത്തിൽ തുടങ്ങി ഫലപ്രാപ്തി എന്ന 9ാമത്തെ അധ്യായത്തിൽ എത്തി നിൽക്കുന്നു. നമുക്ക് ഇതിൻ്റെ ഇതിവൃത്തം മഹാഭാരതമായതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് എന്താണ് എന്ന് പറയേണ്ട ഇതിൻ്റെ ആവശ്യമില്ല. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള പകയുടെയും യുദ്ധത്തിൻ്റെയും ഒക്കെ കഥയാണ് ഇതിൽ വിവരിക്കുന്നത്. പക്ഷേ അത് വിവരിച്ചിരിക്കുന്നതിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഈ പുസ്തകം ഇത്രയേറെ മനോഹരമായത്. നമുക്ക് ഇതിഹാസ കഥാപാത്രങ്ങളെ എപ്പോഴും നമ്മൾ അമാനുഷിക കഥാപാത്രങ്ങളായാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിഹാസം എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് അതിലെ കഥാപാത്രങ്ങൾ തൻ്റെ പൈതൃകത്തിൽ ഗർവ് കൊള്ളുന്നവരാണ്. ദൈവപ്രീതിയാലാണ് കുന്തിക്ക്
പുത്രന്മാരെ ലഭിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ആ പഞ്ചപാണ്ഡവരെ തന്നെ ജാരസന്ധതികളായി ചിത്രീകരിക്കാൻ എം ഡിക്കല്ലാതെ മറ്റാർക്കും ആർജവം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ രണ്ടാം ഊഴത്തിലേക്ക് വരുമ്പോൾ. അത്തരത്തിൽ വ്യത്യസ്തമാണ്, അമാനുഷികതയില്ലാത്ത വെറും പച്ചയായ മനുഷ്യരാണ് ഇതിഹാസ കഥാപാത്രങ്ങളെ എം ഡി ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. സാധാരണക്കാരായ മനുഷ്യരുടെ വികാരങ്ങളും വിചാരങ്ങളും ദൗർബല്യങ്ങളും എല്ലാം ഉണ്ട്. അതായത് ഭീമസേനനെ കേന്ദ്ര കഥാപാത്രമാക്കി കൊണ്ടുവരുമ്പോൾ തന്നെ മറ്റെല്ലാ പേർക്കും അതിൻ്റേതായ പ്രാധാന്യം, ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങളായ പാഞ്ചാലി ആയാലും കുന്തി ആയാലും എല്ലാവർക്കും അതിൻ്റേതായ പ്രാധാന്യം എം ടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഭീമസേനൻ എന്ന് ചോദിച്ചാൽ ഭീമസേനെ പ്രതിനിധീകരിക്കുന്ന, ഭീമസേനിലൂടെ അദ്ദേഹം അവതരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഇതുപോലെ പുറകിലേക്ക് പോകുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായി ഭീമസേനെ എടുക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ആ മഹാഭാരത കഥയുടെ അന്തസത്തയ്ക്കോ അതിൻ്റെ വ്യാഖ്യാനങ്ങൾക്കോ ഒന്നും എം ഡി അധികം വ്യത്യാസം വരുത്തിയിട്ടില്ല എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. ഈ രണ്ട് ഇതിഹാസത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ട രണ്ടാമൂഴത്തെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഉള്ള വ്യത്യാസം, ഇതിൽ പച്ചയായ മനുഷ്യരായ ഇതിഹാസ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നത് തന്നെയാണെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഇതിഹാസത്തിൽ ഒരു കാട്ടാളനാണ്, ഏറ്റവും ഭീമമായ ശരീരത്തോട് കൂടിയവൻ ആയ ഭീമൻ, അദ്ദേഹത്തിനെ മണ്ടനെന്നും അമ്മ തന്നെ ചില അവസരത്തിൽ വിളിച്ചുപോയ വൃഗോദരൻ എന്ന പേര് അദ്ദേഹത്തെ പലപ്പോഴായി അപമാനിക്കാൻ വേണ്ടി ഉപയോഗിച്ചു വരുന്ന ഭീമൻ എന്ന കഥാപാത്രം, ഒരു ദ്വന്ദ്വയുദ്ധം നടത്താൻ വേണ്ടിയുള്ള ഭീമാകാരമായ ശരീരത്തോടു കൂടിയ ഭീമസേനൻ എന്ന് മാത്രമേ അറിയപ്പെടുന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മകഥകളിലേക്ക്, അദ്ദേഹത്തിൻ്റെ വേദനകളിലേക്ക് കൂടി ഈ രണ്ടാം ഊഴം കടന്നു ചെല്ലുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വ്യത്യാസം. പ്രത്യക്ഷമായ ഒരു ശരീര പ്രകൃതി മാത്രമായി കണ്ടിരുന്നിടത്തു നിന്നും ആർക്കും പറയാനാകാത്ത അദ്ദേഹം അനുഭവിച്ച ആത്മദുഃഖങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ വേദനകളാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം വിവരിച്ചിരിക്കുന്നത്. എല്ലാ യുദ്ധങ്ങൾക്കും പിന്നിലെയും വിജയശില്പി ആയിരുന്നിട്ടും ആരും അദ്ദേഹത്തെ അറിയാതെ പോയിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും ഭീമൻ്റെ ആരും അറിയാത്ത മിഴിനീരിൻ്റെ ഒരു അരുവി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാഭാരതത്തിൻ്റെ ജീവിത ആരവങ്ങൾക്കിടയിൽ ആരും കാണാത്ത ഭീമസേനൻ്റെ ദുഃഖങ്ങളാണ് ഈ നോവലിന് രൂപവും ഭാവവും നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അധികമൊന്നും തന്നിലേക്ക് നടക്കാൻ ശ്രമിക്കാതിരുന്ന ഭീമസേനൻ്റെ ദുഃഖങ്ങൾക്ക് എം ഡി വാക്കുകൾ നൽകിയപ്പോഴാണ് ഇന്നലെ വരെ പരിചിതമായിരുന്ന പല നന്മകളും തിന്മകളായിരുന്നു എന്നും നീതിയുടെ വേരുകൾ ക്ഷയിക്കുന്നത് അനീതിയുടെ ചതുപ്പ് നിലങ്ങളിലാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഒരു സാഹിത്യകാരൻ്റെ തൂലിക ഔന്നിത്യം പ്രാപിക്കുന്ന ഒരു അപൂർവ സൃഷ്ടി തന്നെയാണ് ഈ രണ്ടാമൂഴം എന്ന നോവലെന്ന് നമുക്ക് വായിക്കുന്ന ഓരോരുത്തർക്കും നിസ്സംശയം പറയാൻ സാധിക്കും.